സേതുമാധവനെ ഉടനെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ സൂപ്രണ്ട് പറഞ്ഞു. എന്താ? അയാളുടെ റിലീസിംഗ് ഓർഡർ എത്തിയിട്ടുണ്ട്. സേതുമാധവൻ തന്റെ റിലീസിംഗ് ഓർഡർ വന്നു. സേതുട്ടാ, നീ എന്താണ് വന്നത്? വരണ വഴിയാണ്. ആദ്യം നിന്നെ കാണാന്ന് വെച്ചു. മറ്റാരെയും കാണാൻ ധൈര്യമില്ല. ഒന്നറിയിച്ചെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ വരില്ലടാ. അറിയിക്കാൻ ഇതൊക്കെ എന്താ? കല്യാണത്തിനൊക്കെ ഉള്ള വിരുന്ന് നോക്കാണ്. നേരത്തെ നമ്മളെ അറിയിക്കൊന്നുമില്ല. ഇന്നാ ഓർഡർ വന്ന. നിന്റെ മോനെ? ആ, മോനറിയോ ഈ മാമനെ? അച്ഛൻ പറയാറില്ലേ, അച്ഛന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ സേതു. എന്താ മോന്റെ പേര്? നന്ദകുമാർ. ആ, മോൻ പോയി റേഷനും കൂട്ടാത്തിന് നല്ല മീൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ മീനും മേടിച്ചിട്ട് വാ. അച്ഛൻ മാമനെയും കൂട്ടി വീട്ടിൽ പോവാ. എന്നാ മോനി ഓട്ടോയിൽ പോക്കോ, റോഡിൽ ഇറങ്ങാം. വാ. എത്രയായി? 14 രൂപ. ഞാൻ നിന്നെ കണ്ടിട്ട് പോണെന്ന് കരുതിയാ വന്ന. പിന്നെ ഇന്നിനെ ഞാൻ വിടൂല. കണ്ടിട്ട് 3-4 വർഷമായില്ലടാ. ജയിലിൽ വന്നാ വരണ്ടാന്ന് പറയും. കത്തയച്ചാ മറുപടി എഴുതൂല. ഈ ലോകത്തിന്റെ സുഖവും ഭംഗിയൊക്കെ അറിയണമെങ്കിൽ കുറച്ചാൾ ജയിലിൽ കിടക്കണം. ഏതായാലും എനിക്ക് സന്തോഷമായി. ആദ്യം എന്നെ കാണാൻ വന്നല്ലോ നീ. റിലീസിംഗ് ഓർഡർ എത്തിയെന്ന് അറിഞ്ഞപ്പോ ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് ഇനി എങ്ങോട്ടെന്നുള്ള ആലോചന. എന്നെ കണ്ടാൽ മുഖം തിരിക്കാത്തവരാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നീ ഉണ്ടാവുമെന്ന് തോന്നി. ഞാൻ എന്നും ആലോചിക്കുന്നതിനെ പറ്റി. നമ്മൾ ഈ വഴി സ്കൂളിൽ പോയതും കളിച്ചതും വളർന്നതും ഒക്കെ. ഓർമ്മയുണ്ടോ ഈ പാലം? ദേവിയെ കാത്ത് നമ്മളിവിടെ വന്നിരിക്കാറുള്ളത്. ദേവിയുടെ കാര്യം അറിഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു. കൃഷ്ണമാമയുടെ ഒരു കത്തുണ്ടായിരുന്നു. തെറ്റും മാപ്പും ഒക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊരു കത്ത്. വിധിയെ ആർക്കും തടുക്കാൻ പറ്റില്ല എന്നേ. ഒരു കണക്കിന് ചത്തുപോകുന്നവരാ ഭാഗ്യവാന്മാര്. അതോടെ എല്ലാം കഴിയുമല്ലോ. ദേവിയെ കൊന്നതാന്നാ പറയണേ, അവളുടെ കെട്ടിയവനും വീട്ടുകാരും കൂടി. ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്ത? അല്ലെങ്കിൽ മരിച്ചു 1 കൊല്ലം കഴിഞ്ഞതിന് മുമ്പ് അയാൾ വേറെ പെണ്ണ് കിട്ടുമോ? ഒരു പെൺകുട്ടിയുണ്ട്, അതിനെപ്പോലും അയാൾ തിരിഞ്ഞു നോക്കണില്ല. കുട്ടി അയാളുടെ അല്ലെന്നാ പറയണേ. നിന്നെയായിരുന്നു അയാൾക്ക് സംശയം. കൃഷ്ണമാമ എല്ലാം എഴുതിയിരുന്നു. അതും എന്റെ തെറ്റാണ്. എല്ലാരെയും നിഷേധിച്ച് വരാൻ അവൾ തയ്യാറായതാണ്. സ്വീകരിച്ചില്ല. അന്നതാണ് നല്ലതെന്ന് തോന്നി. ഒഴിഞ്ഞു മാറി. ഇല്ലായിരുന്നെങ്കിൽ ഇന്നവൾ ജീവിച്ചിരിക്കെങ്കിലും ചെയ്തേനെ. ഇന്ന് ജാമ്യത്തിലിറങ്ങി. നിശ്ചയം കഴിഞ്ഞു. കരയരുത്. ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ടുപോകണം. ഈ നിമിഷം ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല. ഞാൻ തയ്യാറില്ല. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം. മുത്തശ്ശി മരിച്ചപ്പോൾ ഞാൻ തറവാട്ടിൽ പോയിരുന്നു. അന്ന് അച്ഛനെയും അമ്മയും രമേശനെയും ലതയൊക്കെ കണ്ടിരുന്നു. നിന്നെ പോയി കാണാറുണ്ടോയെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. തുടക്കത്തിൽ 4-5 പ്രാവശ്യം അച്ഛൻ ജയിലിൽ വന്നിരുന്നു. വന്നാൽ മിണ്ടാതെ അങ്ങനെ ഇരിക്കും. ചോദിച്ചാൽ എന്തെങ്കിലും പറയും. പെൻഷൻ ആയതിനു ശേഷം വന്നിട്ടില്ല. ഇടയ്ക്ക് ലത 2 വരി കുറിച്ചിടും. ലത ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കാൻ പോവാന്ന് കേട്ടു. അടുക്കളയും പാത്രങ്ങളും കണക്ട് വെള്ളമായിട്ടൊക്കെ നടന്ന പെണ്ണ. അതിനുശേഷം അച്ഛൻ എന്നെ വന്ന് കാണാണ്ടായത്. ഞാൻ ചോദിക്കുന്ന പേടിച്ചിട്ടാവും.
പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയതുകൊണ്ട് രാമപുരത്ത് വീട് വെക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് പൂർത്തിയാക്കാൻ പറ്റിയോ? അതുമില്ല. തറവാട്ടിലിപ്പോൾ കൃഷ്ണന്മാനും അമ്മായി മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് താമസിക്കാം. കിട്ടിയ കാശ് കൊണ്ട് ലതയുടെ കല്യാണം നടത്തായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു പെട്ടിക്കടയോ മറ്റോ തുടങ്ങായിരുന്നു. അച്ഛനെ നിനക്കറിയില്ലേ, ആരുടെ മുമ്പിലും തലകുനിക്കില്ല. കൃഷ്ണമാമൻ എപ്പോഴും പറയും, നിന്റെ അച്ഛൻ അഭിമാനിയല്ല, ദുരഭിമാനിയാണ്. അങ്ങനെയുള്ള ഒരാള് അമ്മയുടെ തറവാട്ടി വന്നിക്കോ? മോളെ നാടകത്തിന് വിടുന്നത് അഭിമാനാണോ? എനിക്കറിയില്ല അച്ഛനിതെങ്ങനെ സഹിക്കണമെന്ന്. ഇതൊന്നും കാണണ്ടെന്നും കേൾക്കണ്ടെന്നും വെച്ച പരോള് പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത്. 8 കൊല്ലം തടവ് ശരിക്കും അനുഭവിച്ചു. ഞാൻ എന്നെ ശിക്ഷിക്കുകയായിരുന്നു. നീ വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ ശരിയാവും. ഇല്ല, പോയതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനൊരുത്തൻ മൂലം എത്ര ജീവിതങ്ങളാണ് പാളിപ്പോയത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. പിന്നെ ആരുടെയാണ് കുറ്റം? ജോസിനെ കൊന്നത് കുറ്റമല്ലേ? ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ചോരയുടെ പച്ചമണം ഇപ്പോഴും മൂക്കിന്ന് പോയിട്ടില്ല. പിന്നെ അയാളുടെ കരച്ചിലും. അയാൾക്കും ഇല്ലേ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും? ചില രാത്രിയിലെ സ്വപ്നത്തിൽ കാണായല്ലേ എന്റെ മുഖത്ത് കൈ ചൂണ്ടി പറയും, എന്റെ കുടുംബം തകർത്തു, എന്റെ കുട്ടികളെ അനാഥരാക്കി. ശരിയല്ലേ? എന്തൊക്കെ തകർത്തടാ ഞാൻ? ആരെയൊക്കെ തകർത്തു? ഇത്ര കുടുംബം. സേതു, എന്താ ഇത്? 5-8 കൊല്ലമായി ഉള്ളി കിടന്ന് തിങ്ങായിരുന്നു. പറഞ്ഞൊന്ന് പടക്കാൻ പറ്റിയില്ല. പോട്ടെ, സമയം എത്രയായി? നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം. ജയിലിൽ ഞങ്ങളുടെ അത്താഴം 5 മണിക്ക് തുടങ്ങും. അംബികേ, എന്ത് പണി അമ്മയെ കാട്ടണേ? ഒട്ടും നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എത്ര നേരമായി കിടക്കുക. ഇത്തിരി നേരം ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ എന്തിനാണ് ഈശ്വര എന്നെ ഇട്ടേക്കണത്? 2 അടി നടന്ന പിന്നെ ശ്വാസം കിട്ടില്ല. നീ പൊയ്ക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. രമയ്ക്കുന്ന റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അമ്മേ, സേതു. എന്റെ മോൻ. അമ്മേ, പതുക്കെ. എന്റെ മോനെ ഞാനൊന്ന് കാണട്ടെ. വേണ്ട, ഇവിടെ നിന്നാ മതി. എന്റെ മോനെ സേതു. അകത്തേക്കിരിക്കാം. അമ്മയ്ക്ക് തീരെ സുഖമില്ലടാ. എന്തെങ്കിലും ഒന്ന് പറയടാ അമ്മയോട്. അച്ഛനെന്തേ അമ്മേ? ഇനി നെഞ്ചുവേദന വരുത്തും. എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? കിടന്നു. ലത എന്ത് ചേട്ടത്തി? ലതയ്ക്കുന്ന റിഹേഴ്സൽ ഉണ്ട്. അച്ഛനും അവളും പോയിരിക്കുക. ഇന്ന് വരില്ലേ? നാടകം രാമപുരത്ത് തന്നെയാ, വായനശാലക്കാരുടെ. അതുകൊണ്ട് രാത്രി റിഹേഴ്സൽ കഴിയുമ്പോ വരും. ജീവിതത്തിൽ എന്തെല്ലാം മോഹിച്ചവളാണ് ഞാൻ. എല്ലാം തകർത്തെറിഞ്ഞത് നിങ്ങളാണ്.
നിങ്ങൾക്ക് എന്റെ ശരീരത്തിൽ തൊടാൻ പോലും അവകാശമില്ല. എന്നെ അനുസരിച്ചില്ലെങ്കിൽ കൊല്ലും നിന്നെ. അയ്യോ അങ്ങനെയല്ല രവി, ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നത് ഇങ്ങനെയാണോ? പിടിച്ചൊതുക്കണം. എന്തിനാ നാണിക്കുന്നേ? കട പിടിക്കണോ? ചേർത്ത് ശരിക്കും കുതറണം. പിടിച്ചൊതുക്കി സാരി വലിച്ചു മാറ്റണം. ആ ചെയ്യ. രവി കടന്നു പിടിക്കൂ. പോരാ. സബ് ഇൻസ്പെക്ടർ സേതു, അച്ഛൻ്റെ തെമ്മാരി. ഞാൻ ഉച്ചയ്ക്കെത്തി. ഇന്നലെ ആയിരുന്നു വിട്ടത്. ഹമീദ് പറഞ്ഞിരുന്നു ചിലപ്പോൾ റിലീസിംഗ് ഉണ്ടാവുന്നു. വീട്ടിലിരുന്നാ മതിയായിരുന്നില്ലേ? അച്ഛനെ കാണാൻ മനസ്സ് കൊതിക്കായിരുന്നു. കണ്ടില്ലേ? കണ്ടു കൊതി തീർക്ക്. അകത്തേക്ക് നല്ല ഇതയുണ്ടാവും. അതും കാണേണ്ട കാഴ്ച തന്നെയാ. ലതേ, ഏട്ടാ, എന്താ മോളെ ഇത്? കരയല്ലേ? അച്ഛനെ കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? കക്കാൻ പോണോ? ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാണ്ട് ഒരെണ്ണം അകത്ത് കിടക്കണ്ട്. കെട്ടിയവൻ ഉപേക്ഷിച്ച് വേറൊരെണ്ണം. ദേ 3-4 വയറ് കഴിയണം, ചികിത്സ, രമേശന്റെ പഠിപ്പ്. കാശ് എത്ര വേണമെന്ന് വിചാരിച്ചത്? എന്റെ പെൻഷൻ കൊണ്ട് എന്താവാനാ? അവളെ കൊണ്ടാവുന്ന അവള് ചെയ്യുന്നു. മാനാഭിമാനം നോക്കി അവിടെ ഇരിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ആയത് എന്റെ കുറ്റം കൊണ്ടല്ല. മതി പറഞ്ഞത്. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? 2 അടി നടന്നു വെച്ച എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്റെ മോന്റെ അടുത്തൊന്ന് നിക്കട്ടെ. അമ്മ കിടക്ക, ഞാൻ അമ്മയുടെ മുറി വന്നിരിക്കാം. വേണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇത്തിരി കാറ്റും വെളിച്ചം കൊള്ളട്ടെ. ഇങ്ങനെയൊക്കെ ആകുന്ന സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇവിടെ കൊണ്ട് എത്തിച്ച അവനോൻ തന്നെയാ. എന്നിട്ടിപ്പൊ മാനക്കേട്. നീ ഉണ്ടാക്കിയ മാനക്കേട് അത്രയും വലുതല്ല ഒന്നും. അവൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിഞ്ഞോണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കണക്കിന് ഈ കുടുംബം നീങ്ങുന്നുണ്ട്. ഇനി രമേശനാണ് ഒരാശ. അവൻ എങ്ങനെയെങ്കിലും ഒരു കരകയറ്റി എടുക്കണം. അതിനുവേണ്ടി മരിക്കാൻ വരെ ഞാൻ ഒരുക്കുക. അതിനിടെ ഇനിയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായ അച്ഛാ. ആവരുത് എന്നാ പറയണത്. ഒരു കുടുംബം തകർന്ന് തരിപ്പണമായതാ. അവിടുന്ന് വാരിക്കുട്ടി കൊണ്ടുവരാൻ. നീ ഇതും കൂടി തകർത്താ എല്ലാത്തിനും വല്ല വിഷവും വാങ്ങി കൊടുത്താൽ മതി. അച്ഛൻ്റെ അപേക്ഷ ആ ഗതി വരുത്തരുത്. മോനെ, അച്ഛനുള്ളിലെ വിഷമം പറഞ്ഞു തീർത്തതാ. നീ അത് കാര്യാക്കണ്ട. ഞാനിവിടെ ഒരു അധികപ്പെട്ടാണോ അമ്മേ? അമ്മേ, സേതു എന്തിയടി? ഇവിടെ ഉണ്ട്. അവന് വലിയ വിഷമായി. അച്ഛൻ പറയണത് കേട്ട് വിഷമിക്കാൻ നിന്നാ അതിന് സമയം ഉണ്ടാവും. ചോറ് വിളമ്പട്ടേട്ടാ. അച്ഛൻ വരട്ടെ. അച്ഛനെ നോക്കിയിരുന്ന ചിലപ്പോ പാതിരാത്രിയാവും. നമുക്കുള്ളത് കഴിച്ചു കിടക്കാം. എന്നെ ആരും പിടിക്കണ്ട. പിടിക്കണ്ടെന്ന് പറഞ്ഞു. വീഴും. ആര്? ഞാനോ? ശരിയായി. അപ്പോ പറഞ്ഞോണ്ട് വന്നത് എന്താന്ന് വെച്ചാ അച്ഛനായിരുന്നു തറവാടിയ.
3 പ്രാവശ്യം ഗുഡ് സർവീസ് സെന്റർ കിട്ടിയതാ. 3 ടൈംസ്. ഇന്നും അച്യുതനായ FIR എഴുതിയതാ. വെള്ളം ചോരില്ല, കേസ് വിധിച്ചിരിക്കുന്നു. ആ അച്യുതനാരാണ് ചോദ്യം ചെയ്യണേ. അത് ഒരു ക്രിമിനൽ, നൊട്ടോറിയസ് ക്രിമിനൽ. ഞാൻ പോട്ടെ. നിക്കോടോ പറയട്ടെ. ഇനി നാളെ സംസാരിക്കാം. നിങ്ങൾ വീട്ടിലോട്ട് കയറി അല്ലെങ്കിൽ അവിടെ നിൽക്കേ. ഞാൻ പോവാ. പറയാനുള്ള കേട്ടിട്ട് പോടോ. ചെന്നിഞ്ഞ് വിളിച്ചോണ്ടല്ലേ ഇനി ഈ പുരാണം മുഴുവൻ നമ്മൾ കേൾക്കണമായിരിക്കും. എന്തുകൊണ്ടോ ഇത്? ആ ഇടയ്ക്കിടയ്ക്കുണ്ട്. ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. നാടകത്തിന് പോകുമ്പോ നല്ല സൽക്കാരവും കിട്ടും. അറിയില്ലടാ. നാറി. ഇതുവരെ ഒരുത്തനെ ഇങ്ങോട്ട് പോരടാ. ശീന്ന് പറയിക്കാതെ ഇവിടം വരെ അച്ചു എത്തി. അല്ലതെ അംബിക. വേണ്ട, നീ സംസാരിക്കണ്ട. നീ വിശ്രമിക്കണം. മനസ്സ് വിഷമിപ്പിക്കാതെ. എല്ലാവർക്കും വേണ്ടി ഞാൻ വിഷമിക്കുന്നുണ്ട്. തീയാണ്, തീ കുടുക്കയാണ് നെഞ്ചിൽ വെച്ചിരിക്കുന്നത്. അറിയോ? അറിയില്ല. അതൊന്നും ആർക്കും അറിയില്ല. ആരറിയാൻ? നിനക്കറിയായിരിക്കും. പക്ഷേ എല്ലാരും അറിഞ്ഞു വരുമ്പോ ഞാൻ ഉണ്ടാവില്ല. സേതുമാധവൻ വന്നിട്ടുണ്ട് സാർ. വിളിക്കേ. സേതുമാധവൻ അല്ലേ? അതെ സാർ. എത്തിയാലുടനെ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞയച്ചിരുന്നില്ലേ ജയിലിൽ നിന്ന്? ഞാൻ ഇന്നലെയാണ് എത്തിയത്. മിനിഞ്ഞാന്ന് റിലീസ് ചെയ്തല്ലേ നിന്നെ? അതെ സാർ. പിന്നെ അവിടെ പോയി? ഒരു കൂട്ടുകാരനെ കാണാൻ. ആരാ അത്? കേശവൻ. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. എന്ത് കളി? എന്ത് കളിയാണ് ഒരുമിച്ച് കളിച്ചിരുന്നത്? എന്താ മിണ്ടാത്ത നീ? ചെറുപ്പത്തിൽ കുട്ടികൾ എന്തൊക്കെയാ കളിക്കുക അതൊക്കെ. അല്ലാതെ പിടിച്ചുപറിയും മോഷണവും കൊലപാതകവും ഒന്നും അല്ല അല്ലേ? പറഞ്ഞ സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ? അത് ശരി. അപ്പൊ ചോദ്യം എന്നോടായോ? ഇനി എന്താ പരിപാടി? ഒന്നും തീരുമാനിച്ചില്ല. തീരുമാനം എന്നത്തേക്കാവും? സാർ പരിഹസിക്കരുത്. പരിഹസിച്ചാ നീ എന്ത് ചെയ്യും? വിളയ്യാ നീ? മര്യാദക്കൊക്കെ ജീവിച്ചോണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും. സാർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് വന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഞാനൊരു കുറ്റവാളിയല്ല. എന്നോട് അങ്ങനെ പെരുമാറരുത്. പിന്നെ എങ്ങനെ പെരുമാറണാവോ? മനുഷ്യനോട് പെരുമാറുന്ന പോലെ നിയമപരമായി എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ നടപടി തെറ്റിക്കേണ്ടെന്ന് കരുതി വന്നത്. അതിനെന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. പട്ടിയുടെ മോനെ, നീ എന്നെ നിയമം പഠിപ്പിക്കടാ റാസ്കൽ. ഇടിച്ചതിന്റെ പതിര് കലക്കിയിട്ട് ഒരു കേസിന് രജിസ്റ്റർ വീണ്ടും നിന്നെ ഇരുമ്പടിക്കുള്ളിലാക്കാൻ എനിക്ക് കഴിയും. സാറിന് എന്തും ചെയ്യാൻ കഴിയും. അധികാരത്തിന്റെ കുപ്പായമുണ്ട്. എന്നെ പോലുള്ളവര് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. എന്നെ പോകാൻ അനുവദിക്കണം സാർ. ഞാൻ വിളിച്ച ആ നിമിഷം അവിടെ ഉണ്ടായിരിക്കണം.